पल की भी जुदाई सही जाए ना, क्यों हर सुबह तू मेरी सांसों में समाए ना। हेलो अस्सलाम वालेकुम, वेलकम बैक टू ഷാന ആൻഡ് അനസ് വ്ലോഗ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിവിടെ കച്ചിക്കാൻ പോണേ കൽപ്പറ്റ 1980ലേക്കാണ് പോകുന്നത്. ദ നൊസ്റ്റാൾജിക് റെസ്റ്റോറന്റ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക, ടോയിനോ, മിക്കവാറും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ള. അവിടെ പോയിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താവൊന്നും അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഇൻട്രോ എടുത്തത് വയനാട്ടിൽ നിന്നാണ്. അപ്പോ ഫസ്റ്റ് ഞങ്ങൾ വരുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് പോവാം. അപ്പൊ അതിന് ശേഷം നമുക്ക് നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ഒരുമിച്ച് നമുക്ക് 1980ലേക്ക് പോവാം. ഓക്കെ, കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി കാണാം, അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പുതുതായിട്ട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഇറങ്ങിയ ടൈം എപ്പോഴാ അനുസ്ക? 10:00 11 11 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എത്തുമായിരിക്കൂല അനുഷ്ക, ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് നമ്മള് കൽപ്പറ്റ എത്തുമായിരിക്കും അല്ലേ? കൽപ്പറ്റ ആണ് കേട്ടോ സ്ഥലം വന്നിട്ട്. എത്തിയില്ലെങ്കിലോ അവിടെ ആ ടൈം ആകുമ്പോഴത്തേക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലോ? അവിടെ തന്നെ കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചുരം കയറാൻ പോവാണ്. सही जाए ना, क्यों हर सुबह तू मेरी सांसों में समाए ना।
ഞങ്ങള് വന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇനി ഒരുമിച്ച് പോവാൻ പോവാണ്. എവിടേക്കാ? കൽപ്പറ്റ 1980 The Nostalgic Resort Resort. അപ്പൊ നമ്മൾ നമ്മളെ 1980ലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് സ്ഥലം. ഞങ്ങൾ തിരിച്ചതാട്ടോ വണ്ടി. ശരിക്കും വരുമ്പോ അതിലൂടെ വരാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ട് എടുത്തിട്ടുള്ള പിക്സ് ആണ് കേട്ടോ. ഇത് മേലെയും താഴെയായിട്ടാണ്. അപ്പോൾ മേലെ ആണ് ഞങ്ങളിരുന്നത്. അപ്പോൾ ഞാനും അനസ്കാക്കയും മീൽസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ മീൽസും ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അങ്ങനെയാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വേറെ ഐറ്റംസ് ഫുഡ്, എല്ലാ ചിക്കൻ ഐറ്റംസ്, അൽഫാം, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 10:30 വരെ ഇത് ഓപ്പൺ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ മീൽസാണ് കഴിക്കുന്നത്. സെയ്യൂന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വലിയൊരു ഇതൊന്നും പറയാനൊന്നുമില്ല. ഫുഡ് ഓക്കെ, ഫുഡ് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു നാടൻ ടേസ്റ്റ് ആ ഒരു ഇത് മാത്രമല്ല, അല്ലാതെ വേറെ ഏരിയ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ ഒരു യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സെലിബ്രിറ്റീസ് ഒക്കെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ അതിന്റെ മുന്നിൽ എന്തുകൊണ്ട് ആ സെലിബ്രിറ്റീസ് ഒക്കെ അവിടെ വന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇല്ല എല്ലാരും ഉണ്ട്. നമ്മള് ജസ്റ്റ് പോയി വരുമ്പോഴുള്ള പോലെ അല്ല. മമ്മൂട്ടിന്റെ വൈഫ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാരും ഉണ്ട്. സുരാജ് വെഞ്ഞാറും കൂടെ ഒക്കെ ഉണ്ട്. ഞാൻ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ഫാമിലീസ് ഒക്കെ ഉണ്ട്. അപ്പം മേലെയുണ്ട്, താഴെയുണ്ട്, അങ്ങനെ അല്ലേ, ഫാമിലീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഫുഡ് ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങളിപ്പോ വരുമ്പോ പറഞ്ഞത്ര ഞങ്ങൾ ആ ഇൻട്രോ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീല് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര തഗ്ഗിച്ച് ഇൻട്രോ ഒക്കെ ചെയ്തത്. പക്ഷെ ഇപ്പൊ തിരിച്ചു പോകുമ്പോ ഫൈനലി പറയാണ് അത്രക്കൊന്നുമില്ല, കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റൂ. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മളെ കാലിക്കറ്റിലുള്ള അമ്മ അംബിക എന്നൊക്കെ പറയുന്ന ആ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ആ ഒരു ഫീലിംഗ് ആയിരിക്കും. നമ്മളെ കാലിക്കറ്റ് പോയവർക്ക് അറിയാം, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഫുഡ് കിട്ടുന്ന 2 ഹോട്ടലാണ് അമ്മ, അംബിക. ആ ഒരു അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ ആയിരിക്കും നമുക്ക് അവിടുന്ന്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഇനി അഥവാ അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും എന്താ പറയാ ഫീൽ ചെയ്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഈ സെലിബ്രിറ്റീസ് ഒക്കെ എന്തുകൊണ്ടാണ് അവിടെ പോയി ഫുഡ് കഴിച്ചതെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റിൽ പറയാല്ലേ. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി തേയിലത്തോട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ നിസ്കാരം പറഞ്ഞ നിസ്കാരം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് കാണണം എന്നുള്ളവർ ഇൻസ്റ്റയിൽ പോയി കാണാം. ഞങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു ചായയും കഴിയും കിട്ടിയിരിക്കില്ല അഞ്ചുക്ക, ഏതെങ്കിലും തട്ടുകടി കയറിയിട്ട്. ഓക്കെ, അപ്പൊ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ബൈ പറ. ബൈ പറ. കാണില്ല. Oh, the